പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലല്ലുവും കൂട്ടുകാരും ഈ കഥ കേൾക്കൂ. ടുട്ടുമുയൽ, ലുട്ടുക്കുരങ്ങൻ, ചിട്ടനലി, ലല്ലു അണ്ണാൻ എന്നിവർ സുഹൃത്തുക്കളായിരുന്നു. അവരാടിയും പാടിയും കളിച്ച് രസിച്ചു. ഒരു ദിവസം ടുട്ടു കുറച്ച് ക്യാരറ്റ് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുത്തു. എല്ലാവരും രുചിയുള്ള ക്യാരറ്റ് ആസ്വദിച്ചു. കപ്പക്കിഴങ്ങുമായിട്ടാണ് ചിട്ടനലി വന്നത്. അത് പങ്കിട്ട് തിന്ന് എല്ലാവരും വിശപ്പകറ്റി. അടുത്ത ദിവസം കുരങ്ങച്ചൻ കൊണ്ടുവന്ന പഴങ്ങൾ തിന്ന് അവർ ആസ്വദിച്ചു. മറ്റൊരു ദിവസം ലല്ലു കുറേ വിത്തുകളുമായിട്ടാണ് വന്നത്. കൂട്ടുകാരെ, തിന്നാലും വയറു നിറച്ചു തിന്നാലും മൂത്തുപഴുത്ത വിത്തുകൾ രുചിയോടെ തിന്നു രസിച്ചിടാൻ കൊണ്ടുവന്നു ഞാൻ. ലല്ലു പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ കളിയാക്കി. കൊള്ളാം കൊള്ളാം, ഈ വിത്തുകൾക്ക് നല്ല രുചിയുണ്ട്, പക്ഷേ പല്ലി പറ്റാൻ പോലും ഇല്ലല്ലോ. ലുട്ടു ചോദിച്ചത് കേട്ടപ്പോൾ ലല്ലുവിന് വിഷമമായി. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം ലുട്ടു കുറച്ച് പുളിങ്കുരുവും മാങ്ങേണ്ടിയും കൊണ്ടുവന്നു. ചില്ലകൾ തോറും പാഞ്ഞു നടക്കും ലല്ലു ലല്ലു നിന്നാട്ടെ, നല്ല രുചിയുള്ള വിത്തുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടു തിന്നാട്ടെ. എന്നെ കളിയാക്കി വിട്ടതാകും, നിങ്ങളോട് ഞാൻ മിണ്ടുന്നില്ല. എന്നെ കളിയാക്കി വിട്ടതാകും, കൂട്ടരോടിനിമേൽ മിണ്ടില്ല ഞാൻ. പല്ലൊട്ടിപ്പോകുന്ന വിത്തല്ലേ, ഞാനില്ല കൂട്ടുകാരേ. അങ്ങനെ പിണങ്ങല്ലേ ചങ്ങാതി, ഈ വിത്തുകൾ തിന്നു നോക്കൂ. ലല്ലു സമ്മതിച്ചില്ല. അവൻ പിണക്കത്തോടെ മരക്കമ്പിലൂടെ ചാടി മുകളിലേക്ക് കയറിപ്പോയി. കൂട്ടുകാർ നിരാശരായി മടങ്ങി. അടുത്ത ദിവസം അവർ വീണ്ടും ലല്ലുവിനെ തേടി വന്നു. പക്ഷേ മരപ്പൊത്തിൽ അവനെ കണ്ടില്ല. ലല്ലു ലല്ലു എന്ന് വിളിച്ച് അവർ ലല്ലുവിനെ അന്വേഷിച്ച് നടന്നു. ലല്ലു ലല്ലു ചങ്ങാതി, എങ്ങുപോയി എൻ പ്രിയ ചങ്ങാതി, അറിയാതെ നിന്നെ കളിയാക്കി ഞങ്ങൾ, ഒന്ന് പൊറുക്കെൻ്റെ കൂട്ടുകാരാ. അവൻ ഉറക്കെ വിളിച്ചു. ലുട്ടു തൊട്ടടുത്ത മരത്തിൽ കയറി നോക്കി. ലല്ലുവിനെ അവിടെയും കണ്ടില്ല. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുറച്ചപ്പുറത്തുള്ള ഒരു മരത്തിൽ നിന്ന് ചെറിയൊരു ഞരക്കം കേട്ടു. ശബ്ദം കേട്ട് അടുത്ത് ചെന്നപ്പോൾ, കൂട്ടുകാരെ, ഞാനിവിടെ ഉണ്ട്. കുറച്ചപ്പുറത്തുള്ള മരപ്പൊത്തിൽ വിറച്ചു കിടക്കുകയാണ് ലല്ലു. കൂട്ടുകാരവനെ താങ്ങിയെടുത്ത് കരടി വൈദ്യൻ്റെ അടുത്തെത്തിച്ചു. വൈദ്യർ പറഞ്ഞ മരുന്നുകൾ നൽകി. കൂട്ടുകാർ മാറി മാറി അടുത്തിരുന്ന് ശുശ്രൂഷിച്ചു. രോഗം മാറി ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അവൻ പറഞ്ഞു, എന്നെ കളിയാക്കിയ നിങ്ങളോട് ഇനി മിണ്ടില്ല, നിങ്ങളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് മരപ്പൊത്തിൽ നിന്ന് ഞാൻ ഒളിച്ചിരുന്നതാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കുളിരും വിറയലും തോന്നി. നല്ല പനി. നിങ്ങളെ വിളിക്കാനും മടി തോന്നി. അങ്ങനെ ക്ഷീണിച്ച് അവശനായി കിടക്കുമ്പോഴാണ് നല്ലവരായ കൂട്ടുകാർ എന്നെ തേടി വന്നത്. അണ്ണാറക്കണ്ണൻ വിതുമ്പി. ഒരു കൗതുകത്തിനായി പറഞ്ഞതാണ്. നിനക്ക് ഇത്ര വിഷമമാകുമെന്ന് ഓർത്തില്ല കൂട്ടുകാരാ, ക്ഷമിക്ക് എന്നു പറഞ്ഞ് ടുട്ടുമുയൽ അവനെ ചേർത്തു പിടിച്ചു. ലല്ലു പറഞ്ഞു, പല്ലിലൊട്ടാൻ മാത്രം വലിപ്പമുള്ള കായകൾ വേണോ നിങ്ങൾക്ക് തിന്നാൻ? വേണം അവർ ഒരുമിച്ച് പറഞ്ഞു. എന്നിട്ടെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് ലല്ലുവും ചിരിച്ചു.